നമസ്കാരം. വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ 93ാമത് വാർഷിക യോഗവും യാത്രയയപ്പ് സമ്മേളനവും സംയുക്തമായി നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുതിയാമറ്റത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടി യോഗം MP തോമസ് ചാഴിക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയും വിശേഷങ്ങൾ കാണാം ലൈവ് കൊച്ചി മീഡിയ. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ തോമസ് ചാഴിക്കാടൻ അവറുകളാണ്. സാറിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു. സർവീസിലും വിരമിക്കുന്ന ജോയ് സാറിനോടുള്ള ഹൃദയ അടുപ്പം കൊണ്ട് മാത്രമാണ് അനാരോഗ്യമായ ഈ അവസ്ഥയിലും സാർ ഇവിടെ എത്തിച്ചേർന്നത്. ദീർഘകാലമായി ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് ഉന്നതമായ നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുകയും നല്ല വ്യക്തികളായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്ത വിദ്യാലയമാണിത്. ബഹുമാനരായ സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ശിക്ഷണം 90 വർഷം മുമ്പ് ഈ സ്കൂൾ ആരംഭിക്കുന്ന അവസരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ ലക്ഷ്യം എന്നത് നമുക്കൊക്കെ അറിയാം. അക്ഷരജ്ഞാനം നേടുക എന്നതായിരുന്നു നമ്മുടെ പ്രാഥമികമായ ലക്ഷ്യം മുൻകാലങ്ങളിൽ. ഓരോ വർഷവും മെച്ചപ്പെട്ട രീതിയിൽ സ്കൂളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. വരും വർഷങ്ങളിലും ഈ ഒരു പാരമ്പര്യം നിലനിർത്താനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സമീപത്തുള്ള സ്കൂളുകളോടൊപ്പം തന്നെ പഠനത്തിലും അതുപോലെ കലാകായിക പ്രവർത്തനങ്ങളിലുമെല്ലാം മെച്ചപ്പെട്ട നിലവാരം പുലർത്താനായിട്ട് നമ്മുടെ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഈ സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ആ സമ്മാനങ്ങൾക്ക് വില ഉണ്ടാകുന്നത്, മാതൃകയാകുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ ആഘോഷ തീർപ്പിലാണ്. ഈ ആഘോഷത്തിൻ്റെ വേളയിൽ തന്നെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബർമാൻ സച്ചൻ പിരിഞ്ഞു പോകുന്ന സാറ് ജോയ് സാറിനെയും ഡിസ്റ്റേജിനെ പറ്റി നന്നായിട്ട് സംസാരിച്ചു. അവരുടെ സേവനങ്ങൾ എന്നും വിലമതിക്കാനാവാത്തതാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിനെ സ്നേഹിച്ചു. അവർക്ക് പറ്റാവുന്ന രീതിയിൽ അതിനേക്കാൾ ഉപരി സേവനം നമ്മുടെ സ്കൂളിന് നൽകി. അവർ കടന്നു പോകുന്ന വഴികൾ, മുന്നോട്ടുള്ള അവരുടെ വഴികൾ ഏറ്റവും സ്നേഹം നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും ആരോഗ്യമുള്ളതുമായി തീരാൻ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ലിസി ചേച്ചി 23 വർഷത്തോളം ഇവിടെ എല്ലാവിധ സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയാണ് സർവീസിന് വിരമിക്കുന്നത്. ഈ അടുത്ത നാളിൽ ഒരു ചെറിയ ഓൺലൈൻ ന്യൂസ് കാണുകയുണ്ടായി. ഡൽഹിയിൽ തനു ജെയിൻ എന്നു പേരായ ഒരു ഡോക്ടർ 2005 അവർ മെഡിക്കൽ ഡോക്ടറായിട്ട് മാറിയത്. വളരെയേറെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുകയും അനേക രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തതിന് ശേഷം ഈ ഡോക്ടർക്ക് ഒരു താല്പര്യം തോന്നി, ഒരു IAS-കാരിയാകണം, സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം നടത്തി 2015 അവർ ഒരു IAS-കാരിയായി തീർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിൽ സബ് കളക്ടറായിട്ട് നിയമിതയായി. ആ മേഖലകളിലെല്ലാം ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ ധാരാളമായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ അനേകം 96,000-ഓളം പേര് അവർക്കുണ്ട്. ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജോയ് സാറും ശ്രീമതി ട്രേസിയ കേവിയുമാണ്. ജോയ് സാറിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഏത് ചടങ്ങിലൂടെ വന്നാലും ചിരിക്കുന്ന മുഖം, സൗമ്യ വ്യക്തിത്വമാണ്. എപ്പോഴും എന്നോട് എല്ലാ കാര്യങ്ങളും എന്നുള്ളതെല്ലാം ചോദിച്ച് അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇവിടെ ബഹുമാനപ്പെട്ട MP സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സാമൂഹിക പൊതുപ്രവർത്തന രംഗത്ത് ഇതിനുശേഷം വളരെയധികം സമയം അദ്ദേഹത്തിന് കിട്ടും. തീർച്ചയായിട്ടും അത് വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ലിസ്റ്റേജി ഞാൻ പ്രദാനം ചെയ്യുന്ന വാർഡിലെ അംഗമാണ്. ഞാനും കുടുംബവുമായിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ള ചേച്ചിയാണ്. ആ ചേച്ചിക്കും ഭാവിയിലെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.
തോള വെച്ച് മേലെ കെട്ടിയ കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളം.